ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെ ആയുധപുരയിൽ മിസൈലുകൾ തീരുന്നുവെന്ന് കേൾക്കുമ്പോൾ ആർക്കും അത്ഭുതം തോന്നാം. എന്നാൽ സംഗതി സത്യമാണ്. ഇറാനുമായിട്ടുള്ള യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ മുൻപെങ്ങുമില്ലാത്ത വിധം മിസൈൽ ക്ഷാമമാണ് അമേരിക്കൻ ഭരണസിരാ കേന്ദ്രമായിട്ടുള്ള പെന്റഗണിനെ വേട്ടയാടുന്നത്. പക്ഷെ ഇതൊരു സ്വാഭാവിക യുദ്ധമല്ല, മറിച്ച് ചൈന കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു സ്ട്രാറ്റജിക് ട്രാപ്പ് അഥവാ തന്ത്രപരമായിട്ടുള്ള കെണിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പസഫിക് സമുദ്രത്തിൽ അമേരിക്കയെ നിരായുധനാക്കാൻ ബീജിംഗ് വിരിച്ച വലയിലേക്ക് ട്രംപ് സ്വമേധയാ വന്ന് വീഴുകയാണോ? ഇറാനുമായിട്ടുള്ള സംഘർഷം ആരംഭിച്ച് വെറും 30 ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്ക വിക്ഷേപിച്ചത് 850-ലധികം ടൊമഹോക്ക് മിസൈലുകളാണ്. ശത്രുപാളയത്തിൽ കൃത്യതയോടെ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ഈ ക്രൂയിസ് മിസൈലുകൾ അമേരിക്കൻ സൈന്യത്തിന്റെ നട്ടെല്ലാണ്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ പുതിയ വിലയിരുത്തൽ പ്രകാരം അമേരിക്കയുടെ പക്കൽ ഇനി ഏകദേശം 3000 ടൊമഹോക്ക് മിസൈലുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ തടയാൻ ഉപയോഗിക്കുന്ന പാട്രിയറ്റ് മിസൈലുകളുടെ ശേഖരത്തിലും 25% കുറവുണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് ഈ യുദ്ധത്തിന്റെ വിചിത്രമായ കണക്കുകൾ തുടങ്ങുന്നത്. അമേരിക്ക ഉപയോഗിക്കുന്ന ഒരു ടൊമഹോക്ക് മിസൈലിന് ഏകദേശം $3.5 മില്യൺ വില, അതായത് ഏകദേശം 29 കോടി ഇന്ത്യൻ രൂപ. എന്നാൽ ഇറാൻ അമേരിക്കയ്ക്ക് നേരെ തൊടുത്തുവിടുന്ന ഷഹീദ് ഡ്രോണുകൾക്ക് വെറും തുച്ഛമായ വിലയേ ഉള്ളൂ. കോടികൾ വിലയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് കുറഞ്ഞ വിലയുള്ള ഡ്രോണുകളെ വെടിവെച്ചിടേണ്ടി വരുന്നത് അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറയെയും ആയുധ ശേഖരത്തെയും ഒരുപോലെ തകർക്കുകയാണ്. ഈ യുദ്ധത്തിന് പിന്നിലെ കളി ചൈനയുടേതാണ് എന്നതിന് തെളിവുകൾ വ്യക്തമാണ്. നേരിട്ട് യുദ്ധം ചെയ്യാതെ തന്നെ ചൈന ഇറാന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകുന്നു. മിസൈലുകളുടെയും ഡ്രോണുകളുടെയും സ്പെയർ പാർട്ടുകൾ ചൈന ഇറാനിൽ എത്തിക്കുന്നു. ഇത് അതിവേഗത്തിൽ ആയുധങ്ങളാക്കി മാറ്റാനുള്ള വിദ്യ ഇറാൻ ഇതിനോടകം തന്നെ വശത്താക്കി കഴിഞ്ഞു. അമേരിക്കൻ മിസൈലുകളുടെ ഉൽപാദന ശേഷിയെ അപേക്ഷിച്ച് ഷഹീദ് ഡ്രോണുകളുടെ ഉൽപാദനം 10 മടങ്ങ് വേഗത്തിലാണ് നടക്കുന്നത്. ലളിതമായി ഭാഷയിൽ പറഞ്ഞാൽ അമേരിക്ക ഒരു ടൊമഹോക്ക് മിസൈൽ നിർമ്മിക്കുമ്പോഴേക്കും ഇറാൻ 100 കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിക്കാൻ തയ്യാറായി കഴിയും. ഈ പ്രൊഡക്ഷൻ ഗ്യാപ്പ് അമേരിക്കയെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. മറ്റൊരു കൗതുകകരമായിട്ടുള്ള വസ്തുത, ഈ ഡ്രോണുകളെ കുറഞ്ഞ ചെലവിൽ നേരിടാൻ ഉക്രൈൻ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ അമേരിക്കയുടെ കയ്യെത്തും ദൂരത്ത് തന്നെയുണ്ട്. എന്നാൽ അവ സ്വീകരിക്കാൻ ട്രംപിന്റെ അഹങ്കാരം അനുവദിക്കുന്നില്ല എന്നാണ് വിമർശകർ പറയുന്നത്. വില കൂടിയ ഹൈടെക് സംവിധാനങ്ങൾ ഉപേക്ഷിച്ച് കുറഞ്ഞ ചെലവിലുള്ള പ്രതിരോധ മാർഗങ്ങളിലേക്ക് മാറാൻ US തയ്യാറാകാത്തത് ഈ ആയുധക്ഷാമത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ചൈന ലക്ഷ്യം വെക്കുന്നത് പസഫിക് മേഖലയാണ്. തായ്വാൻ വിഷയത്തിൽ അമേരിക്ക ചൈനയുമായി കൊമ്പുകോർക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ അമേരിക്കയുടെ ആയുധപുര ഇറാനിൽ വച്ച് തന്നെ കാലിയാക്കുക എന്നതാണ് ബീജിംഗിന്റെ തന്ത്രം. പസഫിക്കിൽ ചൈനയെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ടൊമഹോക്ക് മിസൈലുകൾ നിലവിൽ അമേരിക്കയുടെ പക്കൽ തികയില്ല. തീർന്നുപോയ ഈ മിസൈൽ ശേഖരം പഴയതുപോലെ ആക്കാൻ ചുരുങ്ങിയത് 2-3 വർഷമെങ്കിലും എടുക്കും. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ ഉൽപാദനം വേഗത്തിലാക്കാൻ പ്രതിരോധ കരാറുകാരുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. എങ്കിലും ഈ സാഹചര്യം മറ്റു രാജ്യങ്ങളുമായി അമേരിക്ക ഒപ്പിട്ടിട്ടുള്ള സുരക്ഷാ കരാറുകളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ലോകം. അമേരിക്കയുടെ ഈ ബലഹീനത മുതലെടുക്കാൻ ചൈന ശ്രമിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക് മലയാളം.